ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. ആമ്പലൂർ അടിപ്പാതയുടെ പാർശ്വഭിത്തി പലയിടത്തായി പുറത്തേക്ക് തള്ളുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ അടിയന്തരമായ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആമ്പലൂർ അടിപ്പാതയുടെ വശം പുറത്തേക്ക് തള്ളുന്നത് 30 മീറ്റർ നീളത്തിൽ കാണാനാകും. വടക്ക് ഭാഗത്തേക്കായി രണ്ടിടങ്ങളിലും മേൽഭാഗത്ത് തള്ളി നിൽക്കുന്നുണ്ട്. ഇവിടെ രണ്ടിടങ്ങളിലും മുകളിൽ ടാറിട്ട റോഡിൽ നിന്ന് പൈപ്പിലൂടെ പുറത്തേക്ക് വെള്ളം ഒഴുകുന്നത് മണ്ണിട്ടുയർത്തിയ ഭാഗത്തിന് പുറത്തേക്കാണ്. 7 മീറ്ററിലധികം വരുന്ന ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തെ അപകടാവസ്ഥ കോൺക്രീറ്റ് സ്ലാബുകൾ ക്രമരഹിതമായി അടുക്കിയതിനാൽ സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കണമെന്നും പരിഷത്ത് ആവശ്യപ്പെട്ടു. മഴ ശക്തമായതോടെ മണ്ണ് കുതിർന്നതാകാനും സാധ്യതയുണ്ട്. പണ്ടേ തണ്ണീർത്തടമായ ആമ്പലൂർ പ്രദേശത്തിന്റെ അടിഭാഗത്ത് ചെളി നിറഞ്ഞയിടത്താണ് ഇത്രയേറെ ഭാരത്തിൽ അടിപ്പാത പണിതിരിക്കുന്നത്. രണ്ടു വശത്തും പാടം നിലനിൽക്കുന്നതും അനുബന്ധ റോഡിൽ മാനദണ്ഡപ്രകാരമുള്ള മണ്ണ് നിറയ്ക്കാത്തതും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. സാധാരണ പാലത്തിനകത്തു നിന്ന് മണ്ണ് ചോർന്നു പോകാതിരിക്കാൻ സ്ലാബുകൾക്കും മണ്ണിട്ട് നികത്തുന്നതിനുമിടയിൽ 2-3 അടി മെറ്റലിട്ട് നിറയ്ക്കാറുണ്ട്. എന്നാൽ ആമ്പലൂർ അടിപ്പാതയുടെ കാര്യത്തിൽ ഇത് ചെയ്തിട്ടില്ലെന്ന് പരിഷത്ത് ആരോപിക്കുന്നു. മണ്ണെടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ മണ്ണ് സാമ്പിൾ എടുത്ത് പരിശോധന നടത്തിയ ശേഷം പാലം പണിയുന്ന സ്ഥലത്തും പരിശോധന നടത്തിയ ശേഷമേ പാലം പണി ആരംഭിക്കൂ. ഇതൊന്നും ആമ്പലൂർ അടിപ്പാതയുടെ പണിയിൽ നടന്നിട്ടില്ല എന്നാണ് പരിഷത്ത് പറയുന്നത്. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും.